ഇതിൻ്റെ റൂട്ടെന്ന് വെച്ചാൽ ഇത് പിന്നെ നമുക്ക് ഐശ്വര്യ കമ്പനി അവരിത് നമുക്ക് ട്രയൽ ഓടാൻ വേണ്ടി തന്നതാണ് 10,000 രൂപയ്ക്ക്. അപ്പോൾ നമ്മളിത് ഒരു മാസം ഏകദേശം ഓടി നോക്കി എല്ലാ റൂട്ടിലും എല്ലാ ഓർഡിനറി റൂട്ടിലില്ല എന്ന് വെച്ചാൽ മലയാള പ്രദേശമല്ലേ, മലയാള പ്രദേശമുള്ള മലയിലും എല്ലാം ഓടി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടിൻ്റെ കാര്യം അനുസരിച്ചായിരിക്കും അടുത്ത വണ്ടി എടുക്കുന്നത്. അത് തീരുമാനിക്കുന്നത് നമ്മളല്ല, മേലധികാരികളാണ്, നമ്മളെ മന്ത്രിയാണ്, ബഹുമാനപ്പെട്ട മന്ത്രിയാണ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റാണ്. ഞങ്ങളടുത്ത് ഇങ്ങനെ ഓടി നോക്കാൻ വേണ്ടി വണ്ടി തന്നു വിട്ടു, ഓടി നോക്കുന്നേ ഉള്ളൂ. ഈ വണ്ടിക്ക് മൈലേജ് ഉള്ള വണ്ടിയാണ്, എന്നുവെച്ചാൽ BS6 വണ്ടിയാണ്. അപ്പം പൊല്യൂഷൻ കുറവുണ്ട്, മൈലേജും ആവശ്യം ഉണ്ട്, കുഴപ്പമില്ല. ഇന്നലെ ഓടി നോക്കിയിട്ട് കുഴപ്പമില്ല. മറ്റേ വണ്ടിയും കഴിഞ്ഞ് നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടുന്നുണ്ട്. ആൾക്കാർക്ക് കൺഫ്യൂഷൻ, പ്രൈവറ്റ് ബസ്സാന്ന് പറഞ്ഞ് ചിലർ കയറാൻ നിൽക്കുന്നു. അങ്ങനെ KSRTC പേര് ഞാൻ ഈ വണ്ടി കൊണ്ടുവന്ന് തന്നെ എന്നെ പാപ്പനംകോട് വണ്ടിയെടുത്ത് തമ്പാനി വന്നപ്പോൾ തന്നെ ഒരു ട്രാഫിക്കിൽ നിന്ന് പോലീസുകാരനെ ബോർഡ് ഇടിപ്പിച്ച് റോഡിൽ വെച്ച് ഓണം കെടുക്കാൻ പറഞ്ഞു. പുള്ളി കഴിച്ച് പ്രൈവറ്റ് ബസ്സാണ്. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് സ്റ്റാൻഡിൽ കയറുമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി മുന്നോട്ട് വിളിച്ചു. ഞാൻ സ്റ്റാൻഡിൽ കയറി കൂടെ ഹോം ഗാർഡിനെ വിട്ടിട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വിവരം പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അപ്പോൾ യാത്രക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, പക്ഷേ എല്ലാവരും കയറുന്നവർക്ക് ഹാപ്പിയാണ്. നല്ല വണ്ടിയാണ്, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, യാത്ര സുഖമുണ്ട്. ഡെയിലി ഇന്നലെ കൊട്ടാരക്കര സർവീസാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസം കഴിയുമ്പോൾ വേറെ റൂട്ടിലേക്ക് മാറ്റും. ഇതെല്ലാ റൂട്ടിലും ഓടി നോക്കും. പിന്നെ മലയോര പ്രദേശമായതുകൊണ്ട് അങ്ങോട്ടൊക്കെ ഒന്ന് അയച്ചു നോക്കും. അപ്പോൾ അതിൻ്റെ ആ ഓട്ടം കഴിഞ്ഞിട്ട് കാര്യങ്ങൾ തീരുമാനിക്കത്തുള്ളൂ. നല്ല സ്വീകാര്യത ഉണ്ടല്ലോ. കുഴപ്പമില്ല. അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മളല്ല. ക്യാമറയുണ്ട്, പാട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ 38 സീറ്റുണ്ട്. യാത്രക്കാർക്ക് സുഖമായി ഇരിക്കാനൊക്കെ യാത്ര സൗകര്യം കുഴപ്പമില്ല, ജോലി ചെയ്യാനൊക്കെ സുഖമാണ്. സീറ്റിംഗ് കപ്പാസിറ്റി 38 പേര്. അപ്പോൾ സീറ്റിംഗ് കപ്പാസിറ്റി ഒന്നുമല്ല, ഇപ്പോൾ തന്നെ നമ്മൾ ഏതാണ്ട് ഒരു 180-190 കിലോമീറ്റർ ഉള്ളൂ. 10,000 രൂപയായിട്ടുണ്ട്. ഇപ്പോൾ ഡീസലേ ആയിട്ടുള്ളൂ. 2 ജീവനക്കാർ. കണ്ടക്ടർ ഡ്രൈവർ ഷിഫ്റ്റ് അല്ല, ഇത് KSRTC എടുത്തതാണ്, പരീക്ഷണാർത്ഥത്തിൽ എടുത്ത് അല്ല, ഷിഫ്റ്റിൻ്റെ അല്ല, ഇത് ഷിഫ്റ്റിൻ്റെ അല്ല, ഏച്ചർ കമ്പനിക്കാർ പരീക്ഷണാർത്ഥത്തിൽ കൊടുത്തതാണ്. അത് ഓടിച്ച് നോക്കിയിട്ട് അടുത്ത വണ്ടി എടുക്കാൻ വേണ്ടി. നമ്മുടെ 1.5 ഡ്യൂട്ടി. നാളെ വേറെ അല്ല, നാളെ 2 ദിവസം അടുപ്പിച്ചാണ്. അങ്ങനെ എന്നാലേ 3 ഡ്യൂട്ടി ആകത്തുള്ളൂ. ഇന്നൊന്നര, നാളെ 1.5, അങ്ങനെ 3 ഡ്യൂട്ടി. കുഴപ്പമില്ല. KSRTC എഴുതി വെച്ചേക്കുന്നതുകൊണ്ട് ചിലർക്ക് എഴുതി വെച്ചാൽ കാണുന്നത്. ഈ സൈഡിലൊക്കെ ചിലർ പേരും പ്രൈവറ്റ് ഉണ്ട്, അത് കയറത്തില്ല. പിന്നെ നമ്മൾ വിളിച്ച് കയറ്റും. KSRTCയുടെ ഒരു പുതിയ പരീക്ഷണം എന്ന് പറയാൻ പറ്റത്തില്ല. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ചില പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ടുള്ള ബസ്സാണിത്. ഇതിനു മുമ്പ് മാർക്കോപോളോ എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ട്രയൽ ഓടിയിരുന്നു. അപ്പോൾ തൽക്കാലം അത് മാറ്റി വെച്ചിട്ടാണ് ഇപ്പം നമ്മുടെ ഈ ഐഷറിൻ്റെ വണ്ടി ഓടിക്കുന്നത്. ഇതും ട്രയൽ ഓടുകയാണ്. നമുക്ക് കോർപ്പറേഷന് ഗുണകരമാകുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും മന്ത്രി അത് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം.